യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നു നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ത്രേസ്യാക്കുട്ടി. ഞാൻ കോഴിക്കോട് മാനന്തവാടി കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നു. എനിക്ക് ഇവിടെ വന്ന് ഒത്തിരി കാര്യങ്ങൾ പണ്ട് ഞാൻ 2003/7/2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ 2024 ഓഗസ്റ്റ് 26 ഈ പുണ്യഭൂമിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് ഈശോയുടെ 2ാം വരവിനായി ഈ പുണ്യഭൂമിയെ ഒരുക്കുന്ന ഈശോയുടെ 2ാം വരവിനായി ഈ കൃപാസനം എന്ന പുണ്യഭൂമിയെ ഒരുക്കുന്ന ഒരു പാഠശാലയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ അത് ആരാധനയിൽ പറയുകയും പിന്നെ എല്ലാവരും അത് പറഞ്ഞ് എന്നെ വളരെ ഫോണിൽ കൂടെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും അത് കണ്ട് വളരെ പറയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ മത്തായി മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന വചനമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. പിന്നെ ഒന്നാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ സ്ഥലം വിറ്റ് കിട്ടിയതാണ്. സ്ഥലം വിൽക്കാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്ഥലത്തിന് വഴിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. 10-15 വർഷമായി അത് വിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരും വരുന്നവരെല്ലാം കണ്ടിട്ട് അത് വഴിയില്ല എന്ന് പറഞ്ഞ് പോയിരുന്നു. എന്നാൽ അതിലൊരു ഈട്ടിത്തടി ഉണ്ടായിരുന്നു. അത് എൻ്റെ ഭർത്താവിൻ്റെ ചാച്ചൻ ഒരു നീതിമാനായ മനുഷ്യനായതുകൊണ്ട് അത് വെട്ടിക്കളയാതെ അതിന് ഗവൺമെൻറ് വന്ന് അതിന് നമ്പർ ഇട്ടുപോയി. എന്നാൽ അത് വീണു പോവുകയും അത് ഗവൺമെൻറ് പിന്നെ അതിന് ഏറ്റെടുക്കാൻ വേണ്ടി ഓഫീസുകളിലൊക്കെ അതിൻ്റെ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അത് സമയച്ചുരുക്കത്തിൻ്റെ മേൽ എനിക്കത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുകയും ഈട്ടിത്തടി അതും ഞങ്ങൾക്ക് തന്നെ 10-25,000 രൂപയ്ക്ക് അത് വിട്ടുതരികയും ചെയ്തു. എന്നാൽ എൻ്റെ സ്ഥലം എത്രയും പെട്ടെന്ന് വിൽപ്പന അതിനുശേഷം ഒരു SI വന്ന് എൻ്റെ സ്ഥലം എടുത്തു. എന്നാൽ ഞാൻ അതിന് മുമ്പ് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മൈസൂരിൽ നിന്ന് ഒരു SI വന്ന് ആ സ്ഥലം എടുക്കുകയും അതിൻ്റെ സ്ഥലം എടുത്ത് എനിക്കൊരു 20 ലക്ഷം രൂപ കടബാധ്യതകളുണ്ടായിരുന്നു. അതെല്ലാം വീട്ടിൽ കിട്ടുകയും ചെയ്തു. രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഡ്യൂട്ടി എടുത്ത് കഴിഞ്ഞ സമയത്ത് പിന്നെ ഒരു 12 മണിയായി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്രത്തിൽ കൂടി ബ്ലഡ് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് പുലർച്ചെ 10:30 വരെ ബ്ലഡ് പോകുകയായിരുന്നു. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിച്ച് എനിക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ വീട്ടിൽ വന്ന് യൂറിൻ വേന്ന് ഡോക്ടേഴ്സ് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ യൂറിനൊക്കെ പരിശോധിക്കാൻ വേണ്ടി കൊടുത്ത് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ 2 പിന്നെ ഇങ്ങനെ കിഡ്നിയുടെ ആ ഭാഗത്ത് പറ്റുകയും അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയെ എന്നെ കിടത്തരുതേ, പിന്നെ ഒരു ബൾജ് വന്ന് ഞാൻ 4 മാസം കിടന്നതാണ്, ഇനി എന്നെ കിടത്തരുതേ എൻ്റെ പൊന്നമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ എൻ്റെ മൂത്രത്തിൽ കൂടി ഒരു തുള്ളി പോലും ബ്ലഡ് പോകാതെ ക്ലിയർ മൂത്രമായി മാറുകയും ചെയ്തു. ഇതാണ് എൻ്റെ പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് നടുവിൻ്റെ ഭാഗത്ത് 3 ബൾജും കഴുത്തിൽ 1 ബൾജും ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് ഒരു തുള്ളി പോലും നടക്കാൻ പറ്റാതെ ഞാൻ വീണുപോയി. അങ്ങനെ പിന്നെ 4.5 മാസം ഞാൻ കിടപ്പിലായിപ്പോയി. അങ്ങനെ കിടപ്പെല്ലാം കഴിഞ്ഞ് പതുക്കെ ഞാൻ എഴുന്നേറ്റ് ബെൽറ്റെല്ലാം ഇട്ട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. അന്ന് ഞാൻ അച്ഛനെ കണ്ടു, ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ എൻ്റെ കഴുത്തിൽ സൈത്ത് പുരട്ടുകയും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തിരിച്ചു പോയ സമയത്ത് എനിക്ക് പിന്നെ പോകുന്ന സമയത്ത് എനിക്ക് ബെൽറ്റ് ഊരുകയും ഞാൻ മരുന്നെല്ലാം നിർത്തി. വളരെ ഇപ്പം എനിക്ക് ജോലിയിലൊന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നേ ഇല്ല. അപ്പോൾ അത്രയും വളരെ സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.
പിന്നെ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് ഒരു വാഹനം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതും എനിക്ക് പരിശുദ്ധ അമ്മ എത്രയും പെട്ടെന്ന് അത് സാധിച്ചു തന്നു. അമ്മ എന്ത് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ ഒത്തുകല്യാണം. എൻ്റെ മോൻ ജർമ്മനിക്ക് പോയത്, ഇപ്പം നേഴ്സിങ്ങിന് പോയത്, അതൊക്കെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ജർമ്മനിക്ക് പോയത് സെപ്റ്റംബർ 8. അങ്ങനെ അമ്മയുടെ വിശേഷമുള്ള ദിവസങ്ങളിലാണ് എനിക്ക് എല്ലാം അമ്മ സാധിച്ചു തരാറുള്ളത്. എൻ്റെ മൂത്ത മോൻ്റെ ജനനം എന്ന് പറയുന്നത് ഡിസംബർ 25-ാം തീയതിയാണ്. അപ്പോൾ അമ്മയുടെ വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അമ്മ സാധിച്ചു തരാറുള്ളത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. അതായത് എൻ്റെ കോളേജിൽ ഞാൻ ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ ശ്വാസമുട്ടുള്ള രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് ഈശോയെയും മാതാവിനെയും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരോട് ഞാൻ പറയും. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ഈശോയെയും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് എന്ന് കൂടുതലായി പറയും. അപ്പോൾ കുറേ പേര് എൻ്റെ കൂടെ വട്ടം കൂടി നിൽക്കും. അപ്പോൾ പണ്ട് ഈശോ ഇങ്ങനെ ഈശോ ഇങ്ങനെ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ നിന്ന് പറയുമ്പോൾ കുറേ പേര് വട്ടം കൂടി നിന്ന് അത് കേൾക്കുകയും കൃപാസനത്തിലേക്ക് ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പിന്നെ ക്യാൻസർ വാർഡുകളിലെല്ലാം പോയി ഈശോയെയും മാതാവിനെയും കുറിച്ച് ഞാൻ പറയാറുണ്ട്. പിന്നെ ഡെസ്റ്റിറ്റ്യൂട്ടായ പേഷ്യൻസൊക്കെ നമ്മുടെ വാർഡുകളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഈശോയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് ഈശോയെ കൂടുതലായി പറയാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഞ്ചാരി മാതാവിനെക്കുറിച്ച് കൂടുതലായി പറയാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ എൻ്റെ മോനും മോളും അവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെയും കൊണ്ടുപോയി ഈ പത്രം കൊടുത്ത് ഈശോനെയും മാതാവിനെയും എല്ലാം ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പള്ളികളിലൊക്കെ കൊടുത്ത് ഈശോനെയും മാതാവിനെയും കുറിച്ചൊക്കെ പറയാറുണ്ട്. അധികവും മെഡിക്കൽ കോളേജ് പിന്നെ ബസ്സിലെല്ലാം പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും പത്രം ഉണ്ടാവും. ഞാൻ എല്ലാ മാസവും വന്ന് ഒരു 3 കെട്ട് 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് 1-2 കെട്ടുകൾ പിന്നെയും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വീടാന്തരം കൊടുത്തും ഒക്കെയാണ് ഞാൻ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ക്രിസ്തുദാസി സമൂഹമുണ്ട്, ഹോം ഓഫ് ലവിൽ. അപ്പോൾ അവിടെ ഞാൻ അവരെ വൃദ്ധരായ മാതാപിതാക്കന്മാരെ കുളിപ്പിക്കാൻ പോകാറുണ്ട്. പിന്നെ നമ്മൾ വാർഡുകളിലാണെങ്കിലും ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയും അവരുടെ വസ്ത്രങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് അലക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഓരോ രോഗികളൊക്കെ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കുകയും ബൈബിളും നന്മ നിറഞ്ഞ മറിയമേയും പരിശുദ്ധ മറിയമേയും എല്ലാം ചൊല്ലി അവർക്ക് വേണ്ട ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒത്തിരി പേര് അങ്ങനെ ഈശോയെ കൂടുതലായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോയെയും മാതാവിനെയും കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ 8 പേരെയും കൊണ്ടാണ് വന്നത്. അങ്ങനെ ഒത്തിരി പേരെ കൂട്ടിക്കൊണ്ട് വരാനും കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹോം ഓഫ് ലവിൽ ഞാൻ പോയ സമയത്ത് അവരുടെ ഒരു വൃദ്ധരായ മാതാപിതാക്കന്മാരെ കുളിപ്പിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കുളിപ്പിക്കുന്ന സമയത്ത് ഒരു അജോമോളുണ്ടായിരുന്നു. അവൾക്ക് ഒരു മാനസിക രോഗം പോലെയുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് നടക്കാനൊന്നും പറ്റില്ല. സിസ്റ്ററിനെ മാത്രമേ അവൾ കുളിപ്പിക്കാൻ ആക്കുള്ളൂ. പിന്നെ ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊടുത്തിട്ട് അവൾക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളിപ്പോൾ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു റീനാമ്മ എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗിയാണ്. ഒരു ഭാഗം തളർന്നു പോയ റീനാമ്മയാണ്. അപ്പോൾ റീനാമ്മയ്ക്ക് കണ്ണ് 4 വർഷമായി കാഴ്ചയില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി തൈലം ഞങ്ങൾ കണ്ണിലേക്ക് ഒഴിച്ചെടുത്തപ്പോൾ ആ അമ്മ പറയുകയാണ്, 4 വർഷമായി മോളെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് അത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ ഉടമ്പടി വസ്തുക്കളും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് വാർഡുകളിലായാലും പോകുന്ന വഴികളിലൊക്കെ ആയാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പം 12 പ്രാവശ്യം പുതുക്കി സിൽവർ ഗ്രേയിലേക്ക് കടന്നു. സിൽവർ ഗ്രേയിലേക്ക് കടന്നപ്പോൾ എനിക്ക് എൻ്റെ ഈശോയോട് ഒന്നും ചോദിക്കാനില്ല. എനിക്ക് എൻ്റെ ഈശോയോട് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണം എത്രയും പെട്ടെന്ന് സഭ അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. അതുമാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ പൂർണ്ണമായും ചെയ്യുമെന്ന് ഈ നടയിൽ നിന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക്
മാതാവിനെ എത്രയും പെട്ടെന്ന് സഭ അംഗീകരിച്ച് ഇതൊരു പുണ്യഭൂമിയായി ഈശോയുടെ രണ്ടാം വരവിനായിട്ട് എല്ലാവരും ഒരു 10 കന്യകമാരെ ദീപം തെളിച്ച് നിന്നതുപോലെ നമ്മളെല്ലാവരും ഈ പുണ്യഭൂമിയിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഈ പാഠശാലയിൽ ഒരുക്കുന്ന ഈ വിരുന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് നമ്മൾ ഒരുങ്ങി ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ എനിക്ക് വിശുദ്ധ കുർബാനയോ പണ്ടൊന്നും എനിക്ക് അത്ര വിശുദ്ധ കുർബാനയോട് അത്ര പ്രാധാന്യമൊന്നും തോന്നിയിട്ടില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് പിന്നെ വിശുദ്ധ കുർബാനയോട് കൂടുതൽ തീക്ഷ്ണമായ ഒരു ഭക്തി തോന്നുകയും ചെയ്തത്. അങ്ങനെ എന്നും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഈശോയെ കൂടുതൽ സ്വീകരിച്ച് അറപ്പും വെറുപ്പും ഒന്നും കൂടാതെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ് എനിക്ക് കഴിയുന്നുണ്ട്. ആ ഒരു കൃപ എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. പിന്നെ ഹൈ TB ഉള്ള മനുഷ്യരുടെ ഇടയിലേക്കൊക്കെ എനിക്ക് ഇറങ്ങിച്ചെന്ന് ഒത്തിരി ഈശോയെക്കുറിച്ച് പറഞ്ഞ് ഉടമ്പടി തൈലങ്ങളും അതുപോലെ തന്നെ ഒക്കെ പിന്നെ ഉപ്പുമൊക്കെ കൊടുത്തുകൊണ്ട് അവർ നല്ല മരണത്തിനായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയൊക്കെ ആണെങ്കിലും ഈശോയ്ക്ക് കൊടുക്കാനും വാർഡുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇവിടുത്തെ ഓരോ ചൊവ്വാഴ്ചത്തെ ആരാധനകൾ, അതുപോലെ തന്നെ 5:30 മണിയിലെ അനുഗ്രഹദിന പ്രാർത്ഥനകൾ, ഇതെല്ലാം ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. പിന്നെ എനിക്ക് ജപമാല കൂടുതലായിട്ട് ചെല്ലാനുള്ള ഒരു കൃപ കിട്ടിയത് ഈ കൃപാസനം എന്ന പുണ്യഭൂമിയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ കൃപാസനം എന്ന പുണ്യഭൂമി എന്നത് നമ്മുടെ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു പാഠശാല തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും വിശ്വസ്തരായ കുറേ നോഗയുടെ പെട്ടകത്തിൽ കയറി നമ്മളെ എല്ലാവരും അന്ന് ഒരുക്കിയതുപോലെ നമുക്ക് ഇന്ന് ഈ പുണ്യഭൂമിയിൽ വന്നെന്ന് ഇത് ശ്രദ്ധിച്ച് അച്ഛൻ്റെ വചനങ്ങളും എല്ലാം കേട്ട് നമ്മളെ ഒരുക്കുന്ന ഈ പാഠശാലയിൽ വന്ന് നിന്ന് നമുക്കെല്ലാവർക്കും ഒരുങ്ങി ഈശോയോടൊപ്പമാകാൻ എന്നെ അവസരം തന്ന ഈ പുണ്യഭൂമി വന്നു നിന്ന് അവസരം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ത്രേസ്യാക്കുട്ടി കോഴിക്കോട് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഏറെ നാളായിട്ട് വിറ്റുപോകാത്ത സ്ഥലം വിറ്റു പോവുകയും അതോടൊപ്പം തന്നെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പരിശുദ്ധമായ ഇടപെടലിലൂടെ ആ ഒരു സ്ഥലം വിൽക്കുവാനും അതോടൊപ്പം തന്നെ ചേർന്നുള്ള കടബാധ്യതകളൊക്കെ മാറ്റി കിട്ടുവാനുള്ള വലിയൊരു അനുഗ്രഹമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് കിട്ടിയ വലിയ രോഗസൗഖ്യങ്ങൾ, അത് മൂത്രത്തിൽ കൂടി ബ്ലഡ് വരുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടും തൻ്റെ കിഡ്നിയുടെ ഭാഗത്ത് ഉടമ്പടി തൈലമൊക്കെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴും അത് വലിയ അനുഗ്രഹമായിട്ട് മാറിയത് സൗഖ്യം നൽകിയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ നട്ടലിനും കഴുത്തിനും ബൾജിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നത് ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് പറയുക. ചെന്നാൽ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഇവിടുന്ന് പോകുമ്പോൾ ബെൽറ്റൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് പോവുക. പിന്നെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഈ നടുവിനെന്ന അസ്വസ്ഥതയൊക്കെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് മാറ്റി അനുഗ്രഹിച്ചുവെന്ന് ഈ അമ്മയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷിത ജീവിതമാണെങ്കിലും കാരുണ്യ പ്രവൃത്തികളാണെങ്കിലും വളരെയേറെ വ്യക്തമായ ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗം എപ്രകാരം ഈ ഒരു കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഈ അമ്മ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട്. ഹോം ഓഫ് ലവിലെ അന്ത്യവാസികളോടാണെങ്കിലും അവിടുത്തെ അമ്മമാരാണെങ്കിലും മക്കളോടാണെങ്കിലും എത്രമാത്രം സ്നേഹത്തോടും ഈശോയെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ അനുഗ്രഹങ്ങളാണ് ഈ അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായത്. ഇന്ന് വരെ ഈ അമ്മയുടെ ജീവിതത്തിൽ അമ്മ നൽകി അനുഗ്രഹിച്ച എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ ഈ അമ്മ ഇനി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവിധമായ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.